ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കാഷ്വൽ ഇംഗ്ലീഷിലുള്ള ഡെയിലി യൂസ് സെന്റൻസസ് ആണ് ഈ ചാനൽ പരിചയപ്പെടുത്തുന്നത്. ഗ്രാമർ റൂൾസ് റിട്ടൺ ഇംഗ്ലീഷിൽ എന്ന പോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല കാഷ്വൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഡോണ്ട് ബിലീവ് എനിത്തിങ് ഹി സേസ്. ഡോണ്ട് ബിലീവ് എനിത്തിങ് ഹി സേസ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ SAYS സേസ് എന്ന് നീട്ടി പറയരുത്, ഷോർട്ടായിട്ട് പറയണം. സെസ്, ഹി സെസ്. ഞാൻ നിന്നെ കാണാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഞാൻ നിന്നെ കാണാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഐ എം കമ്മിങ് ടു സീ യു നെക്സ്റ്റ് വീക്ക്. ഐ എം കമ്മിങ് ടു സീ യു. നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ വീടെത്തും. ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ വീടെത്തും. ഐ വിൽ ബി ഹോം ഇൻ എ ലിറ്റിൽ വൈൽ. ഐ വിൽ ബി ഹോം ഇൻ എ ലിറ്റിൽ വൈൽ. ഇൻ എ ലിറ്റിൽ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ, കുറച്ചു നേരത്തിനുള്ളിൽ. ഐ വിൽ ബി ഹോം, ഞാൻ വീട്ടിൽ വരും അല്ലെങ്കിൽ വീടെത്തും. ഞാൻ മുന്നേ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ മുന്നേ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് ഐ ഓൾറെഡി ആഡഡ് സോൾട്ട്. ഐ തിങ്ക് ഐ ഓൾറെഡി ആഡഡ് സോൾട്ട്. ഐ ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ തന്നെ സോൾട്ട്, ഉപ്പ് ആഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹിയിലേക്ക് ഇത് നിങ്ങളുടെ ആദ്യത്തെ യാത്രയാണോ? ഡൽഹിയിലേക്ക് ഇത് നിങ്ങളുടെ ആദ്യത്തെ യാത്രയാണോ? Is this your first trip to Delhi? Is this your first trip to Delhi? Trip എന്ന് പറഞ്ഞാൽ യാത്ര. ഫസ്റ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്നല്ല. Is this your first trip? ഇത് നിങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ആണോ? ടു ഡൽഹി, ഡൽഹിയിലേക്ക്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല. I don't even know how to ride a cycle. I don't even know how to ride a cycle. How to ride a cycle എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. I don't even know, അതുപോലും എനിക്കറിയില്ല എന്ന മീനിങ് ആണ് ഇവിടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈവ് എ സൈക്കിൾ എന്ന് പറയില്ല. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുക. ഡ്രൈവ് എ കാർ, ഡ്രൈവ് എ ബസ്, ഡ്രൈവ് എ ട്രെയിൻ, എക്സെട്ര. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബൈക്കിന്റെ മേലെയോ സൈക്കിളിന്റെ മേലെയോ അല്ലെങ്കിൽ കുതിരയുടെ മേലെയോ സവാരി ചെയ്യുകയാണെങ്കിൽ ദെൻ യു ഓൾവേസ് സേ റൈഡ് എ ഹോഴ്സ്, അല്ലെങ്കിൽ റൈഡ് എ ബൈക്ക്, അല്ലെങ്കിൽ റൈഡ് എ സൈക്കിൾ. ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും നിന്നോട് വിയോജിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും നിന്നോട് വിയോജിക്കുന്നു. ഐ കംപ്ലീറ്റ്ലി ഡിസഗ്രി വിത്ത് യു ഓൺ ദിസ് മാറ്റർ. ഐ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു ഓൺ ദിസ് മാറ്റർ. വിയോജിക്കുക എന്നതിനെയാണ് നമ്മൾ ഡിസ്അഗ്രി എന്ന് പറയാം. യോജിക്കുന്നതിനെ നമ്മൾ എഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ ഐ ഡിസഗ്രി വിത്ത് യു ഓൺ ദിസ് മാറ്റർ. ഈ കാര്യത്തിൽ നിന്നോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ഐ ഡിസഗ്രി. അതിപ്പോൾ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. അതിപ്പോ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. There is no point in doing that now. There is no point in doing that now. ഇവിടെ no point എന്ന് പറയുന്നത് ഒരു കാര്യവുമില്ല എന്ന അർത്ഥത്തിലാണ്. There is no point in doing that now. എനിക്ക് തോന്നുന്നത് അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. I think he is not going to come back. I think he is not going to come back. അവൻ തിരിച്ചു വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞത് മുഴുവനായും എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞത് മുഴുവനായും എനിക്ക് മനസ്സിലായില്ല. I didn't fully understand what he said. I didn't fully understand what he said. What he said. അയാൾ പറഞ്ഞത് I did not fully, മുഴുവനായും, understand, മനസ്സിലായില്ല. So I did not fully understand what he said. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.